ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഞാൻ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എവിടുന്നാ? വചനത്തിൽ നിന്നാ. അപ്പം വചനം വായിക്കുന്ന ഒരു ശീലം, വചനം വായിക്കുകയല്ല, ഞാൻ പറയുന്ന വചനം നമ്മൾ വായിക്കുകയല്ല, വചനം തിന്നുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് കണ്ടിട്ട് പോവുകയാണോ? കണ്ടു കഴിഞ്ഞാൽ വിശപ്പ് പോവുമോ? അതെന്ത് ചെയ്യണം? അതെൻ്റേതാക്കണം. വേറെ ആരും എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യണം? അത് ഭക്ഷിക്കണം. ഇതുപോലെ വചനം ഭക്ഷിക്കാത്തതാണ് എൻ്റെ വിശപ്പ് ശമിക്കാത്തത്. വചനം ഭക്ഷിക്കാത്തവൻ്റെ വിശപ്പ് ഒരിക്കലും ശമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് വിശപ്പ്? ഈ ജഡത്തിൻ്റെ വിശപ്പ്. വചനം ഭക്ഷിച്ചവന് ജഡത്തിന് വിശപ്പില്ല, പിന്നെ അവൻ്റെ വിശപ്പ് മുഴുവൻ ആത്മീയമാണ്. ഈ വചനം ഭക്ഷിക്കാത്തവൻ എപ്പോഴും വിശപ്പനുഭവിക്കുന്നവനാണ്. അവൻ്റെ ജഡത്തിൻ്റെ വിശപ്പ് ആർക്കും ശമിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമരയക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോ തരുന്ന, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന, നമ്മുടെ വിശപ്പിനെ അടക്കുന്ന ഈശോ തരുന്ന ഭക്ഷണമാണ് ഈശോയുടെ വചനം. ഹല്ലേലൂയ.